വളരെ ഭാരം നിറഞ്ഞ ഹൃദയത്തോടും ശോകാകുലമായ മനസ്സോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് അനൽപമായ പശ്ചാത്താപം തോന്നുന്നു. എൻ്റെ മനപ്രയാസം ഒളിവിൽ കഴിയുന്ന നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കുറിച്ചിട്ടോ, അല്ലെങ്കിൽ ഈ ഒളിവിൽ കഴിയേണ്ടായി വന്നിരിക്കുന്ന BJP-യിൽ നിന്ന് കൂറുമാറി കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ കുറിച്ചിട്ടോ അല്ല. മറിച്ച് ജയിലിൽ നിരാഹാരം തുടരുന്ന നമ്മുടെ കേരള ഗാന്ധി എന്ന് വിശേഷിപ്പിക്കാൻ സർവ്വപ്രകാരത്തിലും അർഹനായിട്ടുള്ള രാഹുൽ ഈശ്വറിനെ കുറിച്ചാണ്. രാഹുൽ ഈശ്വറിന് ജാമ്യം നിഷേധിച്ചത് നമുക്ക് മനസ്സിലാവും. അദ്ദേഹം ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് കോടതിയിൽ പോയത്. ടീഷർട്ട് ഇട്ടിട്ടും അല്ലെങ്കിൽ ജീൻസ് ഇട്ടിട്ടും ഒക്കെ കോടതിയിൽ പോകുന്ന ആളുകൾക്ക് പൊതുവെ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വക്കീലിനെങ്കിലും അറിയേണ്ടതായിരിക്കും. അത് പറഞ്ഞു കൊടുത്തില്ല. രാഹുൽ ഈശ്വർ അവിടെ ചെന്ന് പുള്ളിയുടെ തനത് ശൈലിയിൽ വക്കീൽ വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് 3 points 2 minutes എന്ന് പറയുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും സെഷൻ ജഡ്ജി ഇദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ടു. ഒരുപക്ഷെ മുമ്പ് TV-യിലും ഇതുപോലത്തെ പ്രകടനങ്ങൾ കണ്ടു കാണും. അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചു. ജാമ്യം നിഷേധിച്ച് അദ്ദേഹത്തെ സബ് ജയിലിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് ഇദ്ദേഹം ഭീഷ്മ പ്രതിജ്ഞ എന്ന് പറഞ്ഞ രീതിയിൽ ഒരെടുത്തു. മങ്കുമ്പൈൻ ശപഥം എന്ന് പറഞ്ഞ രീതി. പുള്ളി പറഞ്ഞു, ഇനി ജയിൽ മോചിതരാകുന്നവരെ ഞാൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുകയാണ്. ഞാൻ മഹാത്മാഗാന്ധിയെ പോലെ ഉണ്ണാമരണം അനുഷ്ഠിക്കാൻ പോവുകയാണ്. എനിക്ക് ജാമ്യം കിട്ടിയാൽ പോരാ, ഈ രാജ്യത്ത് പുരുഷന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം. ആ അവകാശങ്ങൾ നിലനിർത്തണം. അതിനുവേണ്ടി രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ പോലെ ഞാൻ ആഹാരം ഉപേക്ഷിച്ച്, പാനീയങ്ങൾ ഉപേക്ഷിച്ച്, പച്ചവെള്ളം മാത്രം കുടിച്ച് ഉപവാസം നടത്താൻ പോകും, ഉണ്ണാമരണം അനുഷ്ഠിക്കാൻ പോവുകയാണ്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ഈ പ്രതിജ്ഞ കേട്ട് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയുടെ ഭിത്തികൾ വിറയ്ക്കുകയും മേൽക്കൂര ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ പോവുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രയും ഭയങ്കരമായ ഒരു പ്രതിജ്ഞയാണ് പുള്ളിയെടുത്തത്. ഭീഷ്മ പിതാമഹൻ പോലും ഇത്ര ഉഗ്രമായ ഒരു പ്രതിജ്ഞ എടുത്തിട്ടില്ല. എന്നിട്ട് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പോലും അത്ര വലിയൊരു അതിക്രമം ചെയ്തതായിട്ട് രേഖയിലില്ല. പുള്ളി പല സന്ദർഭങ്ങളിൽ പല ആവശ്യത്തിന് വേണ്ടിയിട്ടും ഉപവാസ സമരം നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് കൽക്കട്ടയിൽ വർഗീയ ലഹള പടർന്നു പിടിച്ചപ്പോൾ വർഗീയ ലഹള അവസാനിപ്പിക്കാൻ വേണ്ടി ഗാന്ധിജി നിരാഹാരം കിടന്നു. 4-5 ദിവസം കിടന്നപ്പോഴത്തേക്കും വർഗീയവാദികൾക്ക് മാനസാന്തരം ഉണ്ടായി. വർഗീയ ലഹള അവസാനിച്ചു. ഗാന്ധിജി ഉപവാസം അവസാനിച്ചു. അതുപോലെ പിന്നീട് ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഉപവാസം ഹിന്ദു മുസ്ലിം കലാപം പടർന്നു പിടിച്ചപ്പോൾ ഗാന്ധിജി ഉപവാസം നടത്തി. ആ സമയത്ത് ഈ ഹിന്ദു തീവ്രവാദികൾ ഡൽഹിയിൽ കൂടി പ്രകടനം നടത്തി, ഗാന്ധി ചാകട്ടെ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ ആളുകൾ തന്നെ ഗാന്ധി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ജാഥ നടത്തി. അങ്ങനെ ഗാന്ധിജി വീണ്ടും ഉപവാസം അവസാനിപ്പിച്ചു, നാരങ്ങാനീര് കുടിച്ചു. ഇതൊക്കെ ഇന്ത്യ ചരിത്രത്തിൽ വളരെ തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷെ ഗാന്ധിജി പോലും ഈ പുരുഷന്മാരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് ഉപവാസം കിടന്നുകളെ ഉണ്ണാമൃതം അനുഷ്ഠിക്കാം എന്ന് അദ്ദേഹത്തിന് വിചാരിക്കാൻ സാധിച്ചില്ല. മാത്രമല്ല, പുള്ളി കസ്തൂർബയോട് ചെയ്ത തെറ്റുകളെക്കുറിച്ച് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥയിൽ പശ്ചാത്താപത്തോടെ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഈശ്വർ അങ്ങനെയല്ല. പുള്ളി ഈ പുരുഷന്മാരുടെ അവകാശങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, അതായത് പുരുഷന്മാർക്ക് കള്ളുകുടിച്ച് വീട്ടിൽ വരാൻ, തോന്നുമ്പോഴൊക്കെ ഭാര്യയെ തല്ലാനും ഒക്കെ ഉള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ അവകാശങ്ങൾ പഴയ പോലെ ഇല്ല. ആ അവകാശങ്ങൾ വീണ്ടെടുക്കാൻ, പിന്നെ പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാരെക്കുറിച്ച്, ഉദാഹരണത്തിന് ചില സ്ത്രീകൾ പുരുഷന്മാരെ ബലാത്സംഗം ചെയ്ത് ഗർഭിണികളാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം സ്ത്രീകളുടെ മേൽ പുനഃസ്ഥാപിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഈ നാട്ടിലിപ്പോൾ നമുക്ക് ആകെ കൂടി വന്നിട്ട് പോയിട്ട് രാഹുൽ ഈശ്വർ മാത്രം. അദ്ദേഹത്തിന് പല കഴിവുകളുമുണ്ട്. മലയാളവും ഇംഗ്ലീഷും നന്നായിട്ട് പറയാനറിയാം. പരന്തൂരീസും പോർട്ടുഗീസും അദ്ദേഹത്തിന് അറിയാം. പറയുന്നില്ല എന്ന് മാത്രം, നമ്മളുള്ള സ്നേഹം കൊണ്ട് ബഹുമാനം കൊണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിവുകൾ പ്രാഗൽഭ്യം ഒത്തിണങ്ങിയ, പിന്നെ ശബരിമല തന്ത്രിയുടെ കുടുംബക്കാരനായ പുരുഷാവകാശ പ്രവർത്തകനായ രാഹുൽ ഈശ്വർ ഇങ്ങനെ മഹത്തായ ഒരു ലക്ഷ്യത്തോടുകൂടി ജയിലിൽ പോയിരിക്കുകയാണ്. ഇവിടെ ഗാന്ധിജിയായിട്ട് ഒരു സമാന്തരം നമുക്ക് കണ്ടെത്താൻ കഴിയും. 1921 നിസ്സഹകരണ സമരം പിൻവലിച്ചതിന് ശേഷം, ഈ ചൗരി ചൗര സംഭവത്തിന് ശേഷം 1922 എനിക്ക് തോന്നുന്നു ഗാന്ധിജി അറസ്റ്റ് ചെയ്തു. ബ്രിട്ടീഷുകാർ ജയിലിൽ കൊണ്ടുപോയി. അതിനുശേഷം അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ജസ്റ്റിസ് ബ്രൂംഫീൽഡ് എന്ന ആളായിരുന്നു. ഈ ബ്രൂംഫീൽഡ് ഗാന്ധിജിയോട് ചോദിച്ചു, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ, കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു.
ഗാന്ധിജി പറഞ്ഞു, നിയമപ്രകാരം ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. ഇത് കേട്ട് ഈ ജഡ്ജി കോരിത്തരിച്ചു. ജഡ്ജി പറഞ്ഞു, നിയമം അനുസരിച്ചായിരിക്കും നിങ്ങളെ ശിക്ഷിക്കാനും മാർഗമുള്ളൂ. ഞാൻ 6 കൊല്ലത്തേക്ക് ശിക്ഷിക്കുന്നു, പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മഹാനായ വ്യക്തിയാണ്. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇതൊക്കെ തന്നെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. ജഡ്ജി കൈലേസെടുത്ത് കണ്ണു തുടച്ചു എന്നൊക്കെയാണ് പുസ്തകത്തിൽ കാണുന്നത്. നമുക്കറിയില്ല, നമ്മളാരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, പുസ്തകത്തിൽ കണ്ടുള്ള അറിയുള്ളൂ. ഏതായാലും ഈ ജഡ്ജി ബ്രൂസ് ഫീൽഡിൻ്റെ അതേ നിലവാരത്തിലേക്ക് തിരുവനന്തപുരത്തെ സെഷൻ ജഡ്ജിക്ക് ഉയരാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് രാഹുൽ ഈശ്വറിനെ അഭിനന്ദിക്കാൻ വരുന്നു. ഈ ജഡ്ജി ഒരു പുരുഷനാണെങ്കിൽ അദ്ദേഹത്തിന് കൂടി വേണ്ടിയിട്ടാണ് പാവം രാഹുൽ ഈശ്വർ ഇത് ചെയ്തത്. അപ്പോൾ ഈ ജഡ്ജി ഏതെങ്കിലും സ്ത്രീ നാളെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ജഡ്ജിക്ക് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഈശ്വർ ഈ സമരം ചെയ്തത്. അപ്പോൾ അത് ആ ജഡ്ജി പാവത്തിന് മനസ്സിലായില്ല, പ്രോസിക്യൂട്ടർക്ക് മനസ്സിലായില്ല, എന്നിട്ട് ഇദ്ദേഹത്തെ ചാർജ് ചെയ്ത പോലീസുകാർക്ക് മനസ്സിലായില്ല. ആർക്ക് വേണ്ടിയിട്ട് രാഹുൽ ഈശ്വറിയും പാടുപെടുന്നത്? അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് എന്തെങ്കിലും കൂടുതൽ മേന്മയിടാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പബ്ലിസിറ്റി ഇടാൻ വേണ്ടിയിട്ടാണോ? ഒന്നിനു വേണ്ടിയിട്ടല്ല. പുള്ളി പുരുഷന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ത്യാഗങ്ങളൊക്കെ സഹിക്കുന്നത്. അതുകൊണ്ട് കേരള ഗാന്ധി എന്നോ അല്ലെങ്കിൽ താഴമൺ ഗാന്ധി എന്നോ അതുമല്ലെങ്കിൽ മഹാത്മാ രാഹുൽ ഈശ്വർ എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കുകയാണെങ്കിൽ അത് ഒട്ടും അധികം പറ്റാവില്ല. ഈ നമ്മൾ കറൻസി നോട്ടിൽ ഗാന്ധിജിയുടെ പടം അച്ചടിക്കുന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ പടം അച്ചടിച്ചാലും തകരാറില്ല. പിന്നെ നിങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ കഴിയും. ഹൈക്കോടതിയിലാണെങ്കിലും കീഴ്ക്കോടതിയിലാണെങ്കിലും മജിസ്ട്രേറ്റ് കോടതിയിലാണെങ്കിലും ഏത് കോടതിയിലാണെങ്കിലും ആ ജഡ്ജിയുടെ പുറകിൽ ഈ ഗാന്ധിജിയുടെ ഒരു പടം വെച്ചാണ്. അത് കമ്പൽസറി ആയിട്ട് വെക്കണം, നിർബന്ധം. അപ്പോൾ അങ്ങനെ ഇനി ഗാന്ധിജിയുടെ പടം അഥവാ കിട്ടാതെ വരികയാണെങ്കിൽ നമുക്ക് രാഹുൽ ഈശ്വറിൻ്റെ പടം വെച്ചാൽ മതി. കാരണം അദ്ദേഹമാണല്ലോ നമ്മുടെ രണ്ടാമത്തെ രാഷ്ട്രപിതാവ്, അദ്ദേഹമാണല്ലോ നമ്മുടെ താഴമൺ ഗാന്ധി, അദ്ദേഹമാണല്ലോ നമ്മുടെ മഹാത്മാ രാഹുൽ ഈശ്വർ. അപ്പോൾ അദ്ദേഹത്തെ പോലെ മഹാനായ ഒരു വ്യക്തി ഇപ്പോൾ ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങളായി അദ്ദേഹം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നിരാഹാരം അനുഷ്ഠിക്കണം. അദ്ദേഹത്തിൻ്റെ ഭാര്യ പാവം, എനിക്ക് അവരോട് വലിയ സഹതാപമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഓർത്ത് ശബരിമല അയ്യപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി രാഹുൽ ഈശ്വർ കീഴ്ക്കോടതിയുടെ വിധിപ്പാർപ്പ് സംഘടിപ്പിച്ച് അതിൻ്റെ പുറത്ത് ഹൈക്കോടതിയിൽ കൊടുത്ത് ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടിയാലേ രക്ഷയുള്ളൂ. ജാമ്യം കിട്ടിയില്ലെങ്കിൽ പുള്ളി ജയിലിൽ കിടന്ന് നിരാഹാരം കഴിഞ്ഞ് മരിച്ചു. അങ്ങനെ ഒരു ഇവഞ്ച്വാലിറ്റി ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി പുള്ളി സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതായത് ഈ കള്ളന്മാരും പിടിച്ചുപറിക്കാരും ശിക്ഷിക്കപ്പെട്ട പ്രതികൾ കഴിയുന്ന തിരുവനന്തപുരത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരായ അല്ലെങ്കിൽ പ്രസിദ്ധ നമ്പൂരി ഇല്ലത്തെ അംഗമായ ഒരു യുവാവ് ആ പുരുഷന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉണ്ടാമൃതം അനുഷ്ഠിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യങ്ങൾക്ക് വേണ്ടി ഇത് കാണുന്ന എല്ലാ പുരുഷന്മാരും അല്ലെങ്കിൽ പുരുഷന്മാരുടെ നന്മയിലും മേന്മയിലും വിശ്വാസമുള്ളവരുമായ എല്ലാ സ്ത്രീകളും പ്രാർത്ഥിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. സ്വന്തം നിലയ്ക്ക് ഞാനൊരു വിശ്വാസി അല്ലെങ്കിലും രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തിൽ അതിന് ചെറിയ വിട്ടുവീഴ്ച ചെയ്യാൻ ഞാനും തയ്യാറാണ്. അദ്ദേഹം ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ, പുരുഷാവകാശങ്ങൾ വീണ്ടെടുക്കുന്നവരെ അദ്ദേഹത്തിൻ്റെ സമരം തുടരാൻ, ആയുരാരോഗ്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കും. പ്രാർത്ഥന ദൈവം കേൾക്കോ എന്ന കാര്യം അറിയില്ല, എന്നാൽ പോലും ഇത് പ്രാർത്ഥിക്കാതിരിക്കുന്നതിനേക്കാൾ അല്പം ഭേദം പ്രാർത്ഥിക്കുന്നതുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയിൽ ഞാനും പങ്കുചേരുന്നു. രാഹുൽ ഈശ്വർ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ. അദ്ദേഹം താഴമൺ ഗാന്ധി എന്നോ അല്ലെങ്കിൽ മഹാത്മാ രാഹുൽ ഈശ്വർ എന്നോ അറിയപ്പെടുന്നത് എന്നുള്ള എൻ്റെ ആഗ്രഹവും ഇവിടെ പങ്കുവയ്ക്കും.